ഹലോ നമസ്കാരം. നമ്മുടെ ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചേക്കുന്നത് ഞാനത് ഒന്ന് തയ്ക്കാനുണ്ട്. അപ്പോൾ നല്ല ചൂടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കാനായിട്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ടൈലേഴ്സ് ഉണ്ട്. നല്ലൊരു പാവപ്പെട്ട അണ്ണനാണ്, നമുക്ക് മിതമായ വിലയ്ക്ക് തയ്ച്ചു തരും. അപ്പോൾ ആ അണ്ണൻ്റെ അടുത്ത് കൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കണം. പിന്നെ അതേപോലെ ഹോട്ടലിൽ കയറി കാപ്പ് കുടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെയാണ് തോന്നുന്നു. ഒറ്റ മനുഷ്യർ റോഡിലൊന്നും കാണാനില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പൾസറി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ല, അത് തെറ്റായിരിക്കാം. അതുകൊണ്ട് ഇനി അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എത്തി. എൻ്റെ തൊട്ടടുത്താണ്, സിഗ്നലിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ദാവൂദ് ഹോട്ടൽ. അപ്പോൾ ദാവൂദ് ഹോട്ടലും പിന്നെ ഈ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ടൈലേഴ്സിൻ്റെ കട. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു. എൻ്റെ 2 ഷർട്ട് ഇത്തിരി വലുതായിപ്പോയി. വണ്ടിയൊക്കെ ഇതൊരു ഫിഷ് കടയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ആളുണ്ടായിക്കാറ്. ഇപ്പോൾ അവിടെ ആളില്ല. ഇതൊക്കെ ഇവിടെ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത്. നല്ല വെയിൽ, പൊരിഞ്ഞ വെയിലൊന്നും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഇത്തിരി ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു മാസം നാട്ടിലെ കാലാവസ്ഥയൊക്കെ ആയതിനു ശേഷം, ഒരു നോർമൽ കണ്ടീഷനിലൊക്കെ ആയതിനു ശേഷം മഴയോ ചിലപ്പം മറ്റോ പെയ്യാൻ സാധ്യതയുണ്ട്. സൗദിയുടെ ഏതോ ഭാഗത്തൊക്കെ, റിയാദൊക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറയുന്നു 2 ദിവസത്തിന് മുമ്പ്. അപ്പോൾ ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ചിലപ്പോൾ 2-3 ആഴ്ചകൾ വേണ്ടി വരും ചിലപ്പോൾ. അത് കഴിഞ്ഞ് തണുപ്പിലോട്ട് പോകും നമ്മൾ. ആ കാണുന്നത് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡിലാണ് ഒരു മസ്ജിദ് കാണാം. എൻ്റെ റൂമിലോട്ട് പോകുന്ന വഴി ഇതാണ്. വീണ്ടും ഇതാ ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ കയറി ആണ് എൻ്റെ റൂമിലോട്ട് പോകുന്നത്. എൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്പർ മിസ്സായിപ്പോയി. നമുക്കിവിടെ നിന്ന് ഡോറിലൊന്ന് തട്ടി നോക്കാം. എന്നാ ഇവിടെ ആളില്ല. AC യുടെ സൗണ്ട് കേൾക്കാം വർക്ക് ചെയ്യുന്നതിൻ്റെ. വന്നത് വെറുതെ ആവും. തച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് തോന്നുന്നു. ആ താളം ഉള്ളതുകൊണ്ടല്ല AC യുടെ സൗണ്ട് കേൾക്കുന്നു. ആണോ വന്നു? ആ ആണോ? നമ്മുടെ ഷർട്ട് ഒരെണ്ണം വലുതായി പോയി, ബ്ലാക്ക്. അളവ് മറ്റേ അളവുണ്ട്. വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ. വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. എന്താണ് ഇതിൻ്റെ ഇത് ലൂസായിപ്പോയി, ഇത്തിരി ശകലം വലുതായിപ്പോയി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് അടിച്ചാൽ മതി. ഈ ഒരു ഇതിന് ഇതാണ് അളവ്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ബട്ടൺസും കൂടെ താഴെ അങ്ങ് വെക്കണം. ഈ താഴെ ബട്ടൺസ് ഉണ്ട്. ഇവിടെ മറ്റേ ഇവിടെയും കൂടെ ഒരെണ്ണം അടിച്ച് ബട്ടൺസ് ഉണ്ടോ? ബട്ടൺസ് ഇതിൽ നിന്ന് എടുത്തതേ, നമ്മളെ നേരത്തെ കണക്ക് 74 റിയാലായിരുന്നു. മറ്റേ തെമു എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ മീഡിയം എടുത്തത്, പക്ഷേ ഇത്തിരി ശകലമേ ഉള്ളൂ, ഇത്തിരി ഇതായത്. അപ്പോൾ ഇതേ തയ്യൽ തന്നെ വരും ഇങ്ങനത്തെ പുറത്ത്. വേണോ? വേണമെങ്കിൽ പിന്നെ അടിച്ച് കുറച്ച് പണിയാ. വെറുതെ ഇങ്ങനെ അടിച്ചാൽ പോരെ? വെറുതെ അടിച്ചാൽ ഈ ഒരു ഇത് കിട്ടത്തില്ലേ? ഇങ്ങനെ വേണമെങ്കിൽ പിന്നെ കുറച്ച് പൈസ കൂടും. എത്ര അയച്ചടിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും ഒരേ അളവായിരിക്കില്ലേ. അപ്പോൾ പിന്നെ ഇത് മൊത്തം അഴിച്ചിട്ട് ഇങ്ങനെ അടിക്കേണ്ടി വരും. ഒരു 15 കിലോ
അല്ലെങ്കിൽ പിന്നെ വൃത്തിയേടായി പോകും അല്ലേ? കുഴപ്പമില്ല, ഇത് പാടില്ല, ഇത് പറയില്ലല്ലോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ അടിക്കാൻ ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ. ക്ഷണിച്ചാൽ കുഴപ്പമില്ല. വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരട്ടാ? ഇന്ന് ചൊവ്വല്ലേ? ശനിയാഴ്ച, ശനിയാഴ്ച ആവശ്യം. അതെ, ഓക്കെ. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച വരാം. രാവിലെ കാപ്പി കുടിക്കാൻ വരുമ്പോൾ ഇതുപോലെ വരാം. പോട്ടാ. മറ്റേ പുള്ളി ഡ്യൂട്ടിക്ക് പോയി. ഓക്കേണ. മറ്റേ പുള്ളിന്ന് ഉദ്ദേശിച്ചത് മൊയ്തീൻ ഭായിയാണ് ഉദ്ദേശിച്ചത്. മൊയ്തീൻ ഭായി രാവിലെ ഡ്യൂട്ടിക്ക് പോകുക. അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ കാരണം. അപ്പോൾ ഇനി നേരെ കാപ്പ് കുടിക്കാൻ പോകും. കാപ്പ് കുടിക്കാൻ ദാവൂദ് ഹോട്ടലിൽ നേരെ റോഡിൻ്റെ എൻഡിൽ ചെന്നിട്ട് റൈറ്റിലോട്ടൊന്ന് തിരിഞ്ഞാൽ മാത്രം മതി. ഷർട്ടിൻ്റെ സൈസൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ആ തെമു എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനകത്ത് ചൈനയുടെ ആപ്പാണ്. അപ്പോൾ ചൈനക്കാരന്മാർക്ക് ഈ മീഡിയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവർ സൈസ് ഡിഫറെൻ്റ് ഉണ്ട് നമ്മളെ സൈസിനേക്കാൾ. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ തീരെ താഴെ വരുന്ന സ്മാൾ എടുക്കണം. സ്മാൾ തീരെ ചെറുതായി പോലെന്ന് കരുതിയിട്ടാണ് മീഡിയം എടുത്തത്. പക്ഷേ സ്വപ്പ വലുതായിപ്പോയി. അപ്പോൾ അതൊന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത്. അദ്ദേഹം അത് റെഡിയാക്കും. കാരണം മുമ്പ് ഇതുപോലെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നത് ഒരു ബാർബർ ഷോപ്പാണ്. ദാവൂദിൻ്റെ മുമ്പിലൂടെയുള്ള സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഒരാഴ്ചയോളം ആവും തോന്നുന്നു ദാവൂദിൽ വന്ന് കാപ്പി കുടിച്ചിട്ട്. മൊയ്തീൻ ഭായിയൊക്കെ ഭയങ്കര തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ഒക്കെ വളരെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയാതെ പോയത്. ട്രാവലുണ്ട്, കാണാൻ പറ്റുന്നു. ദാവൂദിൽ തിരക്കുണ്ടോ ഇല്ലയെന്നറിയില്ല. ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കൊണ്ട് കിടില വണ്ടികളല്ലേ. മുതലാളി ഇതാ അവിടെ ഇരിക്കും. ഹോട്ടൽ വണക്കം. ഉസ്മാക എന്താ സുഖം തന്നെ? நம்ம கடையெல்லாம் சின்ன பிள்ளையிலே போட்டாது. இப்போ சொல்றேன் அதுதான் காக்கா சப்ஸ்கிரைப் பண்ண நீ லைக் സജു ഇല്ല இரண்டு மூணாம இருக்கு நீ ஒரே ஓபன் ஆகி ഞാൻ എന്താണ് ചോദിച്ചത്? ഇവിടുത്തെ ചൈനീസ് മാസ്റ്റർ ഇയാളാണ് ചൈനീസ് മാസ്റ്റർ. വീട് വാടകയ്ക്ക് யாரோ ஒருத்தவங்களுக்கு நம்ம ஹெல்ப் பண்ண போய் ചെയ്യാൻ ഇതിൽ ഫസ്റ്റിൽ നമ്മളെ ഹോട്ടലിൽ ദാവൂദ് கடை வெயிட் நல்லா சரியான வெயிட்டா ക്യാമറ വാങ്ങിച്ചിട്ട് ഉസ്മാനൊക്കെ ഷൂട്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ തുടങ്ങിയ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഉസ്മാനൊക്കെ നാട്ടിൽ പോയിരുന്നു. ഉസ്മാനൊക്കെ ഒരു സെറ്റ് പൂരി പറഞ്ഞു. ആ ഇങ്ങനെയുണ്ട്. നമ്മൾ ഫസ്റ്റിലെടുത്ത വീഡിയോ ഉണ്ട് ദാവൂദ് ഹോട്ടൽ. ആ எல்லாமே അടിപൊളി പൂരിയാണ് ഉസ്മാനൊക്കെ കൊണ്ടുവന്നത്. അടിപൊളി. അപ്പോൾ പൂരി കഴിച്ചിട്ട് കാണാം. ഓക്കെ. പോട്ടാ ഒരാളെ പോട്ടെ. അപ്പോൾ ഞാൻ ദാവൂദ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു സെറ്റ് ബീഫ് പാഴ്സൽ മേടിച്ചു. ഉച്ചയ്ക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ചോറൊക്കെ നമ്മൾ ചില സമയത്ത് കറിയൊന്നും കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ അത്യാവശ്യ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ പാഴ്സലാണ് മേടിക്കുന്നത്. ഇറച്ചിയോ മീൻ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കും. ഇതിപ്പോൾ ഞാൻ ബീഫ് കറിയാണ് മേടിച്ചത്. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നു.
വേസ്റ്റൊക്കെ ഇടുന്ന ഒരു ഡ്രമ്മാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറി നമുക്കൊരു സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറണം, ഒരു ലബൻ മേടിക്കണം. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ വന്ന് സുഹൃത്തുക്കളെ കാണുന്നതാണ് ലബൻ. അൽമറായിയുടെ ഫ്രഷ് ലബൻ. നമ്മുടെ തൈർ എനിക്കിത് മേടിച്ചിരിക്കുക. ചൂടൊക്കെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ബട്ടറൊക്കെ കഴിക്കാൻ ബ്ലൈഡ് മറ്റേ അത് ആ ആ അതെടുത്താ, അത് അതിലുള്ള ഇല്ലേ അതില്ല. എത്രയായി? 4 रुपये तुम बोला 6 बोला, मैं 7 दे दिया. സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ പഴയ സ്ഥലത്ത് വീണ്ടും വന്നു. നമ്മുടെ പാഴ്സലൊക്കെ കൊണ്ട് ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞു. ഏകദേശം ഒരു 9:30 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.